ഹായ്, ഇന്ന് നമ്മൾ കാണുന്നത് കടൽ കാഴ്ചകളാണ്. കൊല്ലം ജില്ലയിലെ അഴീക്കൽ ബീച്ചിലാണ് നമ്മളുള്ളത്. കരുനാഗപ്പള്ളി വഴിയും കായംകുളം വഴിയും നമുക്ക് ഈ അഴീക്കൽ ബീച്ചിലേക്ക് എത്താം. ഇന്ന് നമ്മുടെ കാഴ്ചകൾ ബീച്ചിലേത് മാത്രമല്ല, ഇതിനോട് ചേർന്ന് ഒരു ഹാർബറുണ്ട്. ആ ഹാർബറിലെ കാഴ്ചകളും നമുക്കിന്ന് കാണാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്ന ലൈറ്റ് ഹൗസും ബോസ്ട്രിംഗ് പാലവും നമുക്ക് ഈ കടലോരത്ത് നിന്ന് കാണാം. കടലും കായലും തമ്മിൽ ചേരുന്ന ഇടമാണ് അഴി എന്ന് പറയുന്നത്. കായംകുളം കായലും അറബിക്കടലും ചേരുന്ന അഴിയാണ് അഴീക്കൽ. കടലിൽ നിന്നും മീൻ പിടിച്ചുകൊണ്ട് കായലിലേക്ക് ബോട്ട് പ്രവേശിക്കുകയാണ്. ഇത് ചെന്നെത്തുന്നത് ഹാർബറിലാണ്. ഹാർബറിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കുവാൻ 10 രൂപയാണ്. മറ്റു വാഹനങ്ങൾക്കുള്ള പ്രവേശന ഫീസ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഹാർബറിനുള്ളിലേക്ക് കയറാം. മീൻപിടുത്തം കഴിഞ്ഞു വന്ന നിരവധി ബോട്ടുകൾ ഹാർബറിൽ വിശ്രമിക്കുന്നത് നമുക്ക് കാണാം. മാത്രമല്ല, ധാരാളം ബോട്ടുകൾ മീൻ പിടിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് ശേഷം ഹാർബറിലേക്ക് വന്ന് അടുക്കുന്നതും നമുക്കിവിടെ നിന്ന് കാണാം. കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു കൂട്ടരെയും നമുക്കിവിടെ കാണാം. മറ്റാരുമല്ല, കൊറ്റികൾ നിർഭയത്തോടുകൂടി ഈ ബോട്ടുകളിലൊക്കെ അവശേഷിച്ച് കിടക്കുന്ന മത്സ്യം അത് കൊത്തി തിന്നുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാം. ധാരാളം മത്സ്യബന്ധന ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവയിലൊക്കെ നിറയെ മീനുമുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ പലരും ഇത്രയധികം ചെമ്മീൻ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. ചെമ്മീൻ മാത്രമല്ല, ധാരാളം മീനുകളുണ്ട്. അവയുടെ ലേലം നമുക്കൊന്ന് കണ്ടാലോ? കായംകുളം കായലിൻ്റെ തീരത്താണ് ഈ ഹാർബർ ഉള്ളത്. നമ്മൾ കൊറ്റികളെ കണ്ടിരുന്നു. അതുമാത്രമല്ല, ഇഷ്ടംപോലെ നീർക്കാക്കകളും ഈ ഹാർബറിനോട് ചേർന്നുണ്ട്. അതുപോലെ തന്നെ ആകാശത്ത് ഇഷ്ടംപോലെ പരുന്തുകളെയും നമുക്ക് കാണാം. മീൻപിടുത്തം കഴിഞ്ഞ് ബോട്ടുകൾ വിശ്രമിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യർ അവർ വിശ്രമിക്കുകയല്ല, വല വൃത്തിയാക്കുകയും കേടുപാടുകൾ തീർക്കുകയൊക്കെ ചെയ്യുന്ന ജോലികളിലാണ് അവരേർപ്പെട്ടിരിക്കുന്നത്. മത്സ്യബന്ധന ബോട്ടുകൾ ഇടതടവില്ലാതെ ഹാർബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇറക്കിയ മീനുകൾ ഐസ് ചെയ്ത് വാഹനങ്ങളിലാക്കി നമ്മളൊക്കെ ചെന്ന് മേടിക്കുന്ന മാർക്കറ്റുകളിലേക്ക് എത്തുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ഹാർബറിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് അഴീക്കൽ ബീച്ചിലേക്ക് പോകാം. ഈ കടൽ തീരത്ത് നിൽക്കുമ്പോൾ നമ്മളെ വന്ന് തൊട്ട് തിരിച്ചു പോകുന്ന ആ തിര, ഒരു കൊച്ചു തിര, ആ നിമിഷ നേരത്തെ ഒരു വേർപിരിയൽ അവസാനിപ്പിച്ച് തിരിച്ചു വരും എന്നുള്ളത് കൊണ്ടാവാം ഈ കടൽ തീരം നമ്മളെ മടിപ്പിക്കാതെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. കടൽ തീരത്ത് കാഴ്ചകൾ മാത്രമല്ല, വിനോദത്തിനായി ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും ഒക്കെ പുറത്ത് കയറുവാനുള്ള സൗകര്യവും ഉണ്ട്. അവധി ദിവസങ്ങളിൽ തീരത്ത് ജനപ്രവാഹം തന്നെയാണ്. ഇന്ന് അവധിയൊന്നുമുള്ള ദിവസമല്ലാഞ്ഞിട്ട് പോലും ധാരാളം ആളുകളുണ്ട്. ഈ തീരത്ത് നമുക്ക് ഏർപ്പെടാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിനോദം പട്ടം പറത്തലാണ്. നിരവധി വർണ്ണങ്ങളിൽ മനോഹരമായ പട്ടങ്ങൾ നമുക്കിവിടെ ലഭിക്കും. ധാരാളം ആളുകൾ പട്ടം പറപ്പിക്കുന്നുണ്ട് തീരത്ത് നിന്ന്. നമ്മൾ ഈ പ്രദേശത്ത് നോക്കിയാൽ ഈ എല്ലാ മരത്തിലും നൂലുകൾ ഇങ്ങനെ താഴേക്ക് നീണ്ടു കിടക്കുന്നത് കാണാം. ആരൊക്കെയോ പറത്തിവിട്ട പട്ടങ്ങൾ അവശേഷിപ്പിച്ച നൂലുകളാണവ. തീരത്ത് ധാരാളം ആളുകൾ പട്ടം പറപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ പട്ടം പറപ്പിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടുമിരിക്കുന്നു. അങ്ങ് കണ്ണെത്താ ദൂരത്തോളമൊക്കെ പട്ടങ്ങൾ ഉയർന്ന് പറക്കുന്നുണ്ട്. നമ്മൾ പട്ടം പറപ്പിച്ചൊന്നുമില്ലെങ്കിലും
അത് നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ പട്ടം പറപ്പിക്കലൊക്കെ നടക്കുമ്പോൾ നേരെ അങ്ങാപ്പുറേ പടിഞ്ഞാറ് സൂര്യനൊരു സ്വർണ്ണ ഗോളമായി കടലിലേക്ക് താന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ അവധി ദിവസമൊന്നും അല്ലാതിരുന്നിട്ടും ധാരാളം ആളുകൾ ഈ അസ്തമയം കാണുവാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കടലിൽ ഇരുന്നും കടന്നുമൊക്കെയാണ് ആളുകൾ ഈ അഴീക്കൽ ബീച്ചിൽ അസ്തമയം കാണുന്നത്. ഇവിടെ എത്തിയാൽ നമുക്ക് കടലിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകണം. ഈ കാണുന്ന പുലിമുട്ടിലൂടെ നടന്നാൽ ഈ കടലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. രണ്ട് വശത്തും ആർത്തലയ്ക്കുന്ന അറബിക്കടലിനിടയിലൂടെ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയുള്ള ഈ പുലിമുട്ട് വഴി നമുക്ക് നടക്കാം. രസകരമായ ഒരു അനുഭവവും മനോഹരമായ ഒരു സായാഹ്നവും സമ്മാനിച്ച അഴീക്കൽ ബീച്ചിലോട് നമ്മൾ ഇന്നത്തേക്ക് യാത്ര പറയുകയാണ്. അറബിക്കടലിൻ്റെ തീരത്ത് സായാഹ്ന സൂര്യൻ്റെ പശ്ചാത്തലത്തിൽ പന്ത് കളിക്കുന്ന ഈ കുട്ടികൾ ഭാവിയിൽ കാലങ്ങൾക്ക് ശേഷം എത്രമാത്രം സുന്ദരമായിരുന്നു ഈ നിമിഷങ്ങളെന്ന് ഓർത്തെടുത്തു. അത്തരം ചെറിയ ചെറിയ സുന്ദരമായ നിമിഷങ്ങളിലൂടെയുള്ള യാത്രയാണ് വൈറ്റ് പേപ്പർ എന്ന നമ്മുടെ ഈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം.